ഇവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. ഒരു സ്കൂളില് PT ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു വലിയ വിഷമം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ഒരു ഹോസ്പിറ്റലിൽ പ്യൂണായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ജോലിക്ക് പോയതിനു ശേഷം ഹീറോയിൻ അവളുടെ ഡ്രസ്സ് എല്ലാം അഴിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡും ജോലിക്ക് പോയി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കെവിന്റെ അടുത്ത് അവർക്ക് കുട്ടികളില്ലാത്ത കാര്യം പറഞ്ഞ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. അവനിപ്പോ ഒരു വലിയ കേസാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വീട്ടുകാരോട് ഈ പോലീസുകാരൻ പറഞ്ഞിരുന്നു കേസൊന്നും വേണ്ട, ഇതിന്റെ പിന്നാലൊന്നും പോകാൻ നിക്കണ്ടാന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ ആ ഒരു വീട്ടുകാര് കേസ് കൊടുത്തേക്കാണ്. അതിന്റെ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു പോലീസുകാരൻ ഈ ചെറിയ കുട്ടിയുടെ മുന്നിൽ വന്ന് നിന്ന് ആ ഒരു കേസ് ഫയല് വായിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ വിഷമം വരുന്നുണ്ട്. അവരവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു പോലീസുകാരൻ പറയാണ്, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ ഈ ഒരു കേസിന്റെ പിന്നാലൊന്നും പോണ്ട, പിന്നീട് നിങ്ങൾക്കായിരിക്കും നാണക്കേട്. അതിന്റെ ആവശ്യം വല്ലതുണ്ടോ, അതങ്ങോട്ട് കണ്ടില്ലാന്ന് വെച്ചാ പോരെന്ന് പറയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ആ ഒരു കേസ് വാപ്പസ് വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം ഹീറോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോയെ താൻ പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് സെക്യൂരിറ്റി കീ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളോട് പറയാണ്, ഇന്നലെ സ്പോർട്സ് ഡേ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ടീച്ചറാണ് ഇവിടെ നിന്ന് ഏറ്റവും അവസാനം പോയത്, അതിനുശേഷമാണ് ഞാൻ ഗേറ്റ് വരെ പൂട്ടിയത്, ഇന്നിപ്പോ രാവിലെ തന്നെ വന്നല്ലോ, കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയാതെ അവിടെ അത്ലന്റിക് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഹീറോയിൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മാത്സ് ടീച്ചറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആയിരുന്നു. വേറെ എന്തോ ഒക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹീറോയിന്റെ ഹസ്ബൻഡ് അവളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇന്ന് അവൾ അവളുടെ അമ്മായിമ്മയെ കാണാനായിട്ട് പോവാണ്. അതായത് ഹീറോന്റെ അമ്മയെ. ആ ഒരു അമ്മ ഒരു പോരാളി ആയിട്ടുള്ള സ്ത്രീ തന്നെ ആയിരുന്നു. പെണ്ണുങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഹീറോയിനും ആ ഒരു അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അമ്മായിമ്മനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവര് കണ്ട് തിരിച്ചു പോരാണ്. ഒരു ദിവസം ഹീറോയിന് വയറ്റിൽ എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയം അത് പോസിറ്റീവ് റിസൾട്ട് ആണെന്ന് അറിയാണ്. ഇത് കണ്ട് ഭയങ്കരമായിട്ട് അവര് സന്തോഷിക്കുന്ന കരുതിയാല് 4 വർഷമായിട്ടും കുട്ടികളില്ലല്ലോ. പക്ഷെ അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവാണ് ചെയ്തത്. ഹീറോയിൻ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു മാത്സ് ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്സ് ടീച്ചറും, നീ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് നിൽക്കണ്ട, നിനക്ക് ആ കാര്യത്തിലൊന്നും ഉറപ്പില്ലല്ലോ, പിന്നെ ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യം നിന്റെ ഭർത്താവിനോട് പറയാൻ നോക്ക്, അവൻ നന്നായിട്ട് എന്നെ സന്തോഷിക്കുന്നു പറഞ്ഞ് ഉപദേശിച്ചു വിടുന്നുണ്ട്. അന്ന് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും ഹീറോയിന് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം പറയാനായിട്ട് പറ്റുന്നില്ല. അന്ന് രാത്രി മുഴുവനായിട്ട് ഇരുന്ന ഹീറോയിൻ അവളുടെ ഫോണില് ഗൂഗിളില് കൊല്ലം ടീച്ചർ സെക്സ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു മാത്സ് ടീച്ചറുടെ ഹെൽപ്പോട് കൂടി ഹീറോയിൻ കുറച്ച് ഡാറ്റാസ് ഒക്കെ ശേഖരിക്കുന്നുണ്ട്. 2 ആഴ്ചത്തോളം ആ ഒരു സ്കൂളിൽ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷ്വൽസ് ഒന്നും അവൾക്ക് കിട്ടിയില്ല. നീ വിചാരിക്കുന്ന പോലെ അവര് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവര് ഇതിനോടകം തന്നെ ലീക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ലീക്കൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ സമാധാനമായിട്ട് ഇരിക്കുന്നു ആ ഒരു ടീച്ചർ ഹീറോയിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒട്ടും തന്നെ മനസ്സിനൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹീറോ ഒരു ദിവസം അവന്റെ ഫ്രണ്ട് കെവിന്റെ കൂടെ വീട്ടിൽ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവനക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നാണ്. അതുകൊണ്ട് വീട്ടിലുള്ള കബോർഡിലൊക്കെ സിഗരറ്റ് തപ്പുന്നതിന്റെ ഇടയിൽ അവൻ ഈ ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് കാണുന്നുണ്ട്. അത് കണ്ട് അവന് ആകെ സന്തോഷിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം തന്നോട് പറയാത്തതെന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കെവിനോടും അവൻ കാര്യം പറയാണ്. അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഹീറോയിനോട് ഹീറോ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവൾ ആ ഒരു ടോപ്പിക് എടുത്തിടാൻ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഹീറോയിന് അവളുടെ വാട്സപ്പിൽ ഒരു മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ വന്ന ലെറ്റർ ആയിരുന്നു അത്. അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം തന്റെ ഭർത്താവിനോട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് രഹസ്യമായിട്ട് അവൾ വേറെ എവിടെയൊക്കെയാണ് പോകുന്നത്. ഹീറോയിൻ അവളുടെ അനിയത്തിക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാണ്. അവൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാല് ഇപ്പൊ അവൾക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയില്ലേ, ആ ഒരു കല്യാണത്തിലേക്കായിരുന്നു. ആ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഹീറോയിൻ റാം എന്ന് പറഞ്ഞ ഒരു പയ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട്. റാമിന്റെ ചേട്ടന്റെ കല്യാണമായിരുന്നു അത് ഹീറോയിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ അവൾ പഠിപ്പിച്ചിരുന്ന സ്റ്റുഡന്റ് അല്ല, ആ ഒരു അത്ലറ്റിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഒരു പയ്യൻ. അവന്റെ ചേട്ടന്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവൻ വലിയ തിരക്കി തന്നെ ആയിരുന്നു. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് റാമിന്റെ ചേച്ചിയോട് ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റാം തിരിച്ചു വരാണ്. അപ്പോഴാണ് ആ ഒരു കല്യാണ വീട്ടിൽ വലിയൊരു സംഭവം തന്നെ ഉണ്ടാവുന്നത്. റാമിന്റെ ചേട്ടന്റെ മുഖത്തേക്ക് ആരോ ആസിഡ് ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട് അത് ചെവിടിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം തട്ടിയുള്ളൂ. ചേട്ടനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഹീറോയിനും കൂടെ പോകുന്നുണ്ടായിരുന്നു. റാം ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് അവനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ടീച്ചറെ, ടീച്ചർക്ക് ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഇനി അത് ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ വേണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റാം കാറിലായിട്ട് ഹീറോയിനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു സമയത്ത് ആ ഒരു അത്ലറ്റിക് കോമ്പറ്റീഷന്റെ ആ ഒരു ദിവസത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു ദിവസം റാം അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തെ കുറിച്ച്
കുറിച്ചും അവര് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ബസ് സ്റ്റാൻഡ് എത്താണ് ഹീറോയിനും എന്റെ ബാഗ് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ലാസ്റ്റ് ബസ് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. അവിടെ ലാസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ആ ഒരു ബസ്സിൽ കയറാതെ അടുത്തുള്ള ഒരു കടയിൽ കയറി സോഡ കുടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ വേറെ എന്തെല്ലാമോ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്, കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറിന് ശേഷം അവള് റാമിന്റെ ആ ഒരു കാറിന്റെ അടുത്തേക്ക് ചെന്ന് ലാസ്റ്റ് ബസ് പോയിട്ടില്ല, എന്നാ നീ സൂക്ഷിച്ചും കണ്ടൊക്കെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് അവളുടെ ബാഗ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. അവൾ അങ്ങനെ ആ ഒരു ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആ ഒരു കാറിൽ അവൾ ആ ഒരു ബാഗ് വെറുതെ വെച്ചതായിരുന്നില്ല. ആ ഒരു ബാഗിനുള്ളിൽ അവളുടെ ഫോണ് റെക്കോർഡറോ ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ ആ ഒരു മാറിയ സമയത്ത് ആ ഒരു പയ്യൻ ആരോ കൂടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ടിനോടാണെന്ന് തോന്നുന്നു. എടാ, ആ ഒരു ടീച്ചർ ഇപ്പതേ എന്റെ ചേട്ടന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ആ ഒരു പെണ്ണ് എന്തിനാണ് ആ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നുള്ളൂ? എന്തായാലും നിന്റെ കയ്യിൽ ആ ഒരു സ്ത്രീയുടെ വീഡിയോ വല്ലതും ഉണ്ടോ, അതോ നീ അത് കളഞ്ഞോ? ഇത് മനുഷ്യനാകെ തലവേദന ആവുന്ന തോന്നിയെന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട ഹീറോയിനും ആകെ വെപ്രാളാവുന്നുണ്ട്. ഇതുവരെ അത് അവളുടെ തോന്നൽ മാത്രമായിരുന്നു എന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷെ ആക്ച്വലി അന്ന് അവളെ ആരോ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പൊ ഉറപ്പാവാണ്. അതിൽ ഈ ഒരു പയ്യൻ ഉണ്ടെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അത്ലറ്റിക് കോമ്പറ്റീഷന്റെ ദിവസം റാമിന്റെ കൂടെ ഒരു 3 പയ്യന്മാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരും ടീച്ചർ ഫേസ്ബുക്കിലെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും എങ്ങനെയൊക്കെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അനിയത്തിയോട് അവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം നിന്റെ ഭർത്താവ് അറിഞ്ഞോ എന്ന് അനിയത്തി ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അവൾ മറുപടി പറയാണ്. എന്നാൽ ഭർത്താവിനോട് ഇപ്പൊ പറയണ്ട, എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് കോൺഫിഡൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അനിയത്തി. ഹീറോ ഇപ്പൊ ഹീറോയിനെ റെഗുലർ ആയിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്ന വിവരവും അത് അബോർഷൻ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഹീറോ അറിയുന്നത്. 4 വർഷം കാത്തിരുന്നുണ്ടായ ഒരു പ്രഗ്നൻസി എന്തിനാണ് ഇവൾ അബോർട്ട് ചെയ്ത് കളയുന്നതെന്ന് ഹീറോക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഹീറോ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രഗ്നൻസി വിവരം അവൾ തന്നോട് പറയാതിരുന്നത് എന്ന്. ഡോക്ടർ ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവര് രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ അബോർഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്നാണ്. ഹീറോയിൻ അവളുടെ വീടിന്റെ അടുത്ത് തന്നെ കല്ലെല്ലാം കൊത്തുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാണ്. അവിടെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ ആ ഒരു ചേട്ടന്റെ കൂടെയാണ് അവൾ ഓരോ കാര്യങ്ങളും പഠിച്ച് വളർന്നുകൊണ്ടിരുന്നത്. ആ ഒരു സ്ഥലത്ത് തന്നെ അവൾ അച്ഛനെ പോലെ കാണുന്ന വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ഇപ്പൊ അവിടെ കാണാനില്ല. വേറെ ചേട്ടൻ എന്ന് പറഞ്ഞ ആളായിട്ട് അവൾ കുറച്ചു നേരം സംസാരിച്ചെല്ലാം ഇരിക്കുന്നുണ്ട്. ഹീറോയിൻ തിരിച്ച് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് വല്ലാതെ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് തനിക്ക് എന്താണ് പറ്റിയതെന്ന് ഹീറോയിനോട് ഹീറോയിൻ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ അവളുടെ ലൈഫിൽ സംഭവിച്ച കാര്യം അവൾ പറയാണ്. ഹീറോയിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല് അന്ന് അത്ലറ്റിക് കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ സ്കൂളിലെ കുട്ടികളും വേറെ സ്കൂളിലുള്ള കുട്ടികളെല്ലാം ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവള് PT ടീച്ചർ അല്ലേ, അതുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ടോ എന്ന് അവള് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോയിൻ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഈ റാമും അവന്റെ കൂടെ 3 പയ്യന്മാരും കൂടി അവിടെ ഇരിക്കുന്നതായിട്ട് അവൾ കാണാണ്. ഓൾറെഡി എല്ലാവരും പോണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഈ ഒരു കുട്ടികളോട് ഇവിടെ നിന്ന് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. റാമു ആ സമയം നല്ല രീതിയിൽ തന്നെ ആ ടീച്ചർ ഞങ്ങളുടെ പോവാനായിട്ട് നിൽക്കായിരുന്നു. അതിന് മുന്നേ ടീച്ചർക്ക് ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് റാമ് ടീച്ചർക്കായിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അവളും അത് കഴിക്കുന്നുണ്ട്. ഹീറോയിനും വേഗം ഇവിടെ നിന്ന് പോവാം, അത് ഇവിടെ നിൽക്കല്ലേന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവര് വീണ്ടും അവിടെ പാട്ട് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട ഹീറോയിൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ, എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയം ഒരു മിസ്സാണെന്ന് പോലും നോക്കാതെ ഈ ഒരു 4 പയ്യന്മാരും കൂടി സ്പീക്കർ അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞു കളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ അവിടെ തല കറങ്ങി വീഴുന്നുണ്ട്. ആ ഒരു പയ്യന്മാർ ആ ചോക്ലേറ്റിലെ എന്തോ കലർത്തി കൊടുത്തതായിരുന്നു. ശ്വേതക്ക് വേണ്ടി വെച്ച ചോക്ലേറ്റ് ആണ് ഇവളെങ്കിൽ ഇവളെന്ന് അവര് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഹീറോയിൻ കണ്ണ് തുറക്കുന്നത്. അവള് ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പയ്യന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ മേലെല്ലാം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വേദനയോടുകൂടി തന്നെ അവൾ എണീറ്റ് സ്കൂളിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് വാച്ച്മാൻ അവളെ കാണുകയും ഗേറ്റ് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇതാണ് ഫസ്റ്റ് സീനിൽ തന്നെ ആ ഒരു വാച്ച്മാൻ അവളോട് ചോദിച്ചത്. ഇതാണ് അവളുടെ ആ ഒരു ജീവിതത്തിൽ നടന്നത്. ഈ ഒരു സംഭവങ്ങളെല്ലാം ഹീറോയിനോട് അവൾ പറയുന്നുണ്ട്. അവരെന്നെ റേപ്പ് ചെയ്തു എന്ന് ഭർത്താവിനോട് അവൾ പറയാണ്. തന്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് വിചാരിച്ചാൽ അവന് കസാരകളെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം വെല്ലവന്മാരെ കുട്ടികളെയാണ് നിന്റെ വയറ്റിലിട്ട് നീ എന്നെ അച്ഛാന്ന് വിളിപ്പിക്കണേ, ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന് ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം മനസ്സിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹീറോ പിറ്റേ ദിവസം തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കെവിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ എങ്ങാനും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് ചീത്തപ്പേരാകുമെന്ന് ഹീറോ പറയാണ്. അതുകൊണ്ട് തന്നെ കെവിനോട് തന്റെ ഭാര്യയോട് ഈ വിവരങ്ങളൊന്നും ആരോട് പറയരുതെന്ന് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോക്ക് വല്ലാതെ ഷോക്ക് ആവാണ്.
കാരണം അവന്റെ പോരാളിയായിട്ടുള്ള അമ്മ ആ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയാണ്. ഈ ഒരു പ്രശ്നം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാക്കുന്ന ഹീറോക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അത് അറിയാതെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഹീറോന്റെ അമ്മനെ അവൻ എങ്ങനെയോ ഒക്കെ അവിടെ നിന്ന് മാറ്റി നിർക്കുന്ന സമയത്ത് കെവിൻ ഹീറോയിനോട് സംസാരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു വിഷയം പുറത്തറിയാതെ വേണം നോക്കാനായിട്ട്. ഒന്നാമത് നിനക്ക് ഇത്ര ഫ്രീഡം തന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു പെണ്ണായി നീ PT ടീച്ചർ ആണെന്ന് പറഞ്ഞ് കുഞ്ഞു ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് കുഞ്ഞു പിള്ളേരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അവർക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വരും. അവരെ തെറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല. നിന്റെ മേലാണ് തെറ്റ് മുഴുവൻ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഹീറോയിനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കെവിനെ ഹീറോയിന് ഒരുപാട് ചീത്ത പറഞ്ഞ് അവിടെ നാണം കെടുത്തി പറഞ്ഞയക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ആകെ ഷോക്കായി പോയ ഹീറോ കെവിന്റെ പിന്നാലെ പോയി അവനോട് കുറെ സോറി പറയുന്നുണ്ട്. എടാ വാടാ, ഒന്നും കൂടി വീട്ടിലേക്ക് വായോന്നും പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവന് വിളിച്ചു വരുത്തി അപമാനിച്ചതും പോരാ, ഇനിയും ഞാൻ വരണു, ഞാൻ വന്ന തന്നെ എന്നും പറഞ്ഞ് ലിഫ്റ്റും അടിച്ചു. ഇപ്പൊ വീണ്ടും അവന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹീറോയിൻ അവളുടെ ഭർത്താവിനോട് പറയാണ്, നീയല്ല എന്റെ ഭർത്താവ്, അവനൊന്നും അല്ലല്ലോ, അവൻ എന്തിനാ എന്നെ വന്ന് ഉപദേശിക്കുന്നേന്നൊക്കെ. എന്നിട്ട് ഹീറോയിൻ വല്ലാതെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ എന്തായാലും പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നും ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സ്റ്റേഷനിലേക്ക് ഞാൻ പോകും, എന്റെ കൂടെ നീയും വരുന്ന് ഭർത്താവിനോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ. ഹീറോയിൻ എത്ര ധൈര്യത്തോടു കൂടിയാണ് അവിടേക്ക് പോയതെങ്കിലും ഹീറോക്ക് നല്ല പോലെ പേടിയുണ്ടായിരുന്നു. ഈ വിവരങ്ങാനും പുറത്തറിയോ എന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ പേടി. പോരാത്തന് അവിടെ ഉള്ള ആ ഒരു പോലീസുകാരുടെ സ്വഭാവം എനിക്ക് ഓൾറെഡി അറിയായിരുന്നല്ലോ. ആ ഒരു ചെറിയ കുട്ടിയുടെ കാര്യത്തിൽ പോലും എങ്ങനെയാണ് ആ ഒരു കേസ് ആ ഒരു പോലീസുകാരൻ ഡീൽ ചെയ്തതെന്നുള്ളത് ഹീറോ കണ്ടിട്ടുണ്ടായിരുന്നു. അവന്റെ മൈൻഡിൽ അതൊക്കെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം, ഈ ഒരു വിഷയം നീ ഇവിടെ വെച്ച് മറന്നോ, നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാന്നല്ല ഹീറോയിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് വല്ലാതെ വെറുപ്പ് തോന്നിയിട്ട് കംപ്ലൈന്റ് കൊടുക്കാതെ അവിടെ നിന്ന് പോകാണ്. ഹീറോയിൻ തന്റെ അമ്മായിമ്മയുടെ അടുത്ത് പോയിട്ട് തനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾക്ക് സപ്പോർട്ട് ആയിരുന്നത് ഈ ഒരു അമ്മ മാത്രമാണ്. നിനക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ നീ ചെയ്യും, നിന്റെ കൂടെ എപ്പോഴും എന്തിനും ഞാൻ ഉണ്ടാകും എന്ന് ഹീറോയിനോട് ആ ഒരു അമ്മ വാക്ക് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹീറോ എണീറ്റ് നോക്കുമ്പോ അവന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും അവൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ അമ്മയെ അവിടെ കാണുന്നുണ്ട്. അമ്മയോട് ഭാര്യ എന്തേ എന്ന് ചോദിക്കുമ്പോ അവളെന്തിനാ നീ അന്വേഷിക്കുന്നതെന്നും നിനക്ക് തന്റെ ഇടയില്ല, നീയൊന്നും ചെയ്യണ്ട, എല്ലാം അവള് ചെയ്തോളൂ, നീ ഒന്നും വായ പൂട്ടി വഴി ഇരുന്നാ മതി എന്ന് തന്റെ മകനോട് ആ ഒരു അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ അവളുടെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ ഒരു ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആഘോഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ എവിടേക്ക് വന്നിട്ടുള്ളത്. ഹീറോ ഹോസ്പിറ്റലിൽ വർക്കിന് പോകുന്ന സമയത്ത് അവിടെയുള്ള ബാക്കി വർക്കേഴ്സ് എല്ലാവരും ഇവനെ ഒരുമാതിരി കളിയാക്കുന്നത് പോലെ അവനക്ക് തോന്നാണ്. എന്താന്ന് വെച്ചാല് ഹീറോയിനോടുള്ള ആ ഒരു ദേഷ്യത്തില് കെവിന് എല്ലാരോടും ഹീറോയിന് സംഭവിച്ച ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ തന്നെ ഹീറോയിൻ കെവിനെ തേടി പിടിച്ച് മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി, നിന്നെ വിശ്വസിച്ച് ഞാൻ എല്ലാം പറഞ്ഞത്, നീ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഹീറോന്റെ അമ്മ കല്യാണി അവളോട് ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരാളെ കാണാനായിട്ട് അവളും സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അവള് നേരെ പോകുന്നത് ഒരു പിസ്സ ഹട്ടിലേക്കാണ്. അവിടെ വെച്ചിട്ട് ഇവളെ റേപ്പ് ചെയ്ത ഒരു പയ്യന്മാരില് ഒരുത്തനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അവനവിടെ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവനെ കണ്ടപാട് അവള് എണീറ്റ് നിന്നിട്ട്, നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്, നിനക്ക് സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ആള് കുറച്ച് ചുള്ളനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊന്ന് സുഖിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷർട്ടിന്റെ ഹുക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ നമ്പർ വാങ്ങി നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ ഹീറോയിൻ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് വേറൊരാൾ വരുന്നുണ്ട്. അവന്റെ പേര് മണി എന്നായിരുന്നു. എന്നിട്ട് അവൻ ഈ ഹീറോയിനോട് എന്തോ രഹസ്യങ്ങളെല്ലാം പറയാണ്. അവിടേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ മണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ഒരു പിസ്സ ഹട്ടില് ജോലി ചെയ്യുന്ന ആ ഒരു പയ്യൻ തിരിച്ച് അവന്റെ റൂമിലെത്തുമ്പോ അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ടെറസിന്റെ മുകളിൽ പോയി ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഹീറോയിന്റെ മെസ്സേജ് വരുന്നത്. അവൾ അവനക്ക് എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിരിക്കായിരുന്നു. ഇത് കണ്ടതും അവൻ ഒന്നും കൂടി സന്തോഷിക്കുന്നുണ്ട്. ഈ മണി എന്ന് പറഞ്ഞ ആളെയും കൂട്ടിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല, അവളുടെ അമ്മായിയമ്മായിട്ടുള്ള കല്യാണി പറഞ്ഞ ആളായിരുന്നു ഇയാള്. മണിക്ക് കല്യാണിയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. തന്റെ അമ്മയെ പോലെയാണ് കല്യാണിയെ മണി കാണുന്നത്. ആ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരാളയച്ച സ്ത്രീയാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന മണി ഹീറോയിനോട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മണി ഇപ്പൊ ഹീറോയിനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. നാളെ എന്തായാലും നീ പോയി ആ ഒരു പയ്യനെ മീറ്റ് ചെയ്യ്, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കരമായിട്ട് മോട്ടിവേഷനും കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ പിറ്റേ ദിവസം ആ ഒരു പയ്യനെ മീറ്റ് ചെയ്യാൻ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവളോട് വീണ്ടും വീണ്ടും സോറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിനൊരു മറുപടിയും പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മണിയും ഹീറോയിനും കൂടി ഒരു ഓട്ടോയിൽ കയറി പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ വന്ന് മണിയെ വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. മണി അവളോട് നിന്നെ കൊണ്ട് പറ്റുന്നു, കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഹീറോയിൻ അങ്ങനെ ഒരു ലോഡ്ജിൽ എത്തുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആ ഒരു റിസപ്ഷനിസ്റ്റ് അവൾ അടിമുടി ഒന്ന് നോക്കിയതിനു ശേഷം മുകളിലാണ് അവർ ഉള്ളതെന്നും പറഞ്ഞ് ആ ഒരു റൂം കാട്ടി കൊടുക്കുന്നുണ്ട്. ആ റൂമിൽ ആ ഒരു പയ്യൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും ടീച്ചർ എന്നെ കാണാൻ വേണ്ടി ഇവിടം വരെ വരുന്നത് ഞാൻ കരുതിയില്ലാന്നും പറഞ്ഞ് ആ ഒരു പയ്യൻ അവളെ
അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ അവള് ബാത്റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവള് മണിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഹീറോയിന്റെ ബാക്കിലൂടെ ആ ഒരു പയ്യൻ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്കപ്പോ എന്തോ മാതിരി ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യൻ അവളുടെ കവളത്തായിട്ട് ഒരു അടി കൊടുത്തിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഞാൻ എന്ന് പറയാണ്. ബാക്കിയുള്ള ആ ഒരു 3 പയ്യന്മാരും ആ ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരും അവിടേക്ക് വരുന്നുണ്ട്. അതിലുണ്ടായിരുന്ന റാമെന്ന് പറഞ്ഞ പയ്യൻ ടീച്ചറോട് പറയാണ്, ഇപ്പൊ നിനക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരിയാണ്, നിന്നെ റേപ്പ് ചെയ്തത് ഞങ്ങൾ 4 പേരും കൂടി തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. ആ ഒരു ഫോണിൽ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഈ മെമ്മറി കാർഡ് അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞ് മോശം രീതിയിൽ അവളെ ചീത്തയും വിളിച്ച് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റേ ആ ഒരു പിസാട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരു പയ്യൻ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റോ, എന്നെ കുറെ മോഹിപ്പിച്ചതല്ലെന്നും പറഞ്ഞ് ആ ഒരു ടീച്ചർക്ക് അവളിലായിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറയാണ്. ഹീറോയിനും ഇപ്പൊ എല്ലാം അവസാനിച്ചല്ലോ, തെളിവുകളൊക്കെ അവളുടെ കയ്യിലും ആയല്ലോ, ഇനി പ്രശ്നമില്ലാന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോകുമെന്ന് കരുതിയാല് അവള് വേഗം പോയി പയ്യന്മാരെ ഉള്ളിലാക്കിക്കൊണ്ട് ആ ഒരു ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പയ്യന്മാരെ അവൾ അവിടെ അടിച്ചിടാണ്. ഹീറോയിൻ ബാഗിൽ നിന്ന് ഒരു ടൂൾ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇവൾക്ക് ഒരു മാർഷൽ ആർട്ട് അറിയായിരുന്നു. പണ്ട് ആ ഒരു കല്ല് കുത്തുന്ന ആ ഒരു സ്ഥലത്ത് അവൾ അച്ഛനെ പോലെ കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരാള് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഈ 4 പയ്യന്മാരെയും അവൾ അവിടെ അടിച്ച് കൊല്ലാനാക്കാണ്. അതിൽ നിന്ന് 2 പയ്യന്മാര് താഴേക്ക് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ മണി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ഒരു പയ്യന്മാരെ പുറത്തേക്ക് വിടുന്നില്ല. ശബ്ദം കേട്ട ആ ഒരു റിസപ്ഷനിസ്റ്റും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് മണിയാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞ അയാള് പേടിച്ച് അവിടെ നിന്ന് പോകാണ്. എന്നിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരു പോലീസുകാരൻ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരനും നമ്മുടെ ഹീറോയിൻ ആയിരുന്നു സപ്പോർട്ട്. മണി ഇപ്പൊ ഓടി വന്ന ആ ഒരു 2 പയ്യന്മാരെ നന്നായി തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരെയും അടിച്ച് അഫിഷ്യതാക്കി അവിടെ ഒരു ബോംബും ഫിറ്റ് ചെയ്ത് ഡോർ ലോക്ക് ചെയ്ത് ആ ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു 4 പയ്യന്മാരുടെയും കഥ തീർക്കാണ്. എന്നിട്ട് അവൾ അവളുടെ അമ്മായിമ്മയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ മരുമകളെ ഓർത്ത് ഈ ഒരു അമ്മയും വല്ലാതെ അഭിമാനിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ അവളുടെ ഭർത്താവിനെ പോയി കാണാണ്. നീ ഇപ്പൊ മുന്നത്തെ പോലെ ഒന്നല്ലാന്നും, എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും എന്റെ വയറ്റിൽ വളരുന്ന ഒരു കൊച്ചിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ആ ഒരു 4 പേരിൽ ഒരാളുടെ കുട്ടിയാണെന്ന് ഇതെന്ന് കരുതുമ്പോഴും ഞാൻ ഇത് നിന്റെ കുട്ടിയാണെന്നാണ് കരുതുന്നത്. അങ്ങനെ നിനക്ക് കരുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് ജീവിക്കുന്നു പറഞ്ഞ് അവരങ്ങനെ സെറ്റ് ആവാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രതികാരം ഇവൾ ആ ഒരു പയ്യന്മാരോട് ചെയ്തോ ഇല്ലേ എന്ന് നിങ്ങൾ ഒന്ന് കമന്റ്